ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി ചപ്പാത്തിക്കും ചോറിനും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തതാണ്. 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്കിതെല്ലാം കൂടെ കുറച്ച് സമയം എണ്ണയിലിട്ട് വഴറ്റണം. ഈ ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ വളരെ തിന്നായിട്ട് അരിയുന്നതാണ് നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും അല്പസമയം കൂടെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നമുക്കിതൊന്നെങ്കിൽ എണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം, അതല്ലെങ്കിൽ ഒരൽപ്പം വെള്ളം ചേർത്തിട്ട് അങ്ങനെ മൂടി വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഞാൻ 1-2 തവണ ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കറിയുടെ പാകം എന്ന് പറയുന്നത് വിട്ടുവിട്ടിരിക്കാനും പാടില്ല, എന്നാൽ കുഴഞ്ഞു പോകാനും പാടില്ല. ജസ്റ്റ് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കെടുക്കാം. അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഉരുളക്കിഴങ്ങ് വെന്തോന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് വെള്ളമെല്ലാം വറ്റി ഒന്ന് കുഴഞ്ഞ് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടുന്ന പരുവം വരെ നമുക്കിത് മൂടി വെച്ച് തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതി കൂടിയാണ്. വളരെ സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം.